ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും എങ്ങനെ കണ്ടുപിടിക്കാം, അതായത് എക്സ്പെക്റ്റേഷനും വേരിയൻസും. എക്സ്പെക്റ്റേഷൻ ഫൈനൈറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ അല്ലേ, ഫൈനൈറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കാൻ നമ്മളൊരു ഫോർമുല പഠിച്ചു, സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. സിഗ്മ എക്സ് പി ഓഫ് എക്സ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ആറെന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്ത കാരണം ആറെന്ന് പറഞ്ഞാണ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നല്ല നിങ്ങൾക്ക് ഞാൻ ഫോർമുല പറഞ്ഞേക്കുന്നത്, പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു ആർ എന്നാണ്. അതുകൊണ്ട് ഇവിടെ പി ഓഫ് ആറെന്ന് എടുത്തേക്കുന്നതാണ് സിഗ്മ ആർ പി ആർ എന്നാണ് ഞാനിവിടെ ഫോർമുല എഴുതിയേക്കുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എന്താണ് നമ്മളവിടെ പി ഓഫ് എക്സ് എന്ന് എഴുതിയേക്കുന്നതാണ് സിഗ്മ എക്സ് പി ഓഫ് എക്സ്, അല്ലെ സിഗ്മ എക്സ് എഫ് ഓഫ് എക്സ്. അങ്ങനെയാണ് നമ്മൾ എന്ത് പഠിച്ചേക്കുന്നത്, എക്സ്പെക്റ്റേഷൻ പഠിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എന്തെഴുതാം, ഇവിടെ പ്രോബിലിറ്റി ഓഫ് ആർ പി ഓഫ് ആർ എന്ന് പറഞ്ഞ് പി ഓഫ് ആറിനെ മാറ്റി പി ഓഫ് എക്സ് എന്ന് എഴുതിയിട്ട് എൻ സി എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് പി റേസ് ടു എക്സ് എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്താണ് പി ഓഫ് ആർ എന്നാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് വെച്ച് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പോവാണ്. പി ഓഫ് ആർ ഈക്വൽ ടു എൻ സി ആർ ക്യൂ റേസ് ടു എൻ മൈനസ് ആർ പി റേസ് ടു ആർ ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനകത്ത് പ്രോബിലിറ്റി പി ഡി എഫ്, പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ മീൻ ഓർ മ്യൂ ഈക്വൽ ടു സിഗ്മ ആർ ഇൻറ്റു പി ഓഫ് ആർ, എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്, അത് തന്നെ ഫോർമുല ആർ ഇൻറ്റു പി ഓഫ് ആർ. പക്ഷേ ഇവിടുത്തെ സിഗ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ സിഗ്മ ആറിൻ്റെ വേരിയേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആർ വേരിയേസ് ഫ്രം, ആറിന് ഏതൊക്കെ വാല്യൂ എടുക്കാൻ പറ്റുന്നുണ്ട്, 0 തൊട്ട് n വരെ. 0 എന്ന് പറഞ്ഞാൽ നോ സക്സസ് തൊട്ട് കംപ്ലീറ്റ് സക്സസ് ആകുന്നതാണ് n. 0 ടു n വരെയുള്ള വാല്യൂ ആണ് ഇവിടെ മീൻ എടുക്കുന്നത്. സോ നമുക്ക് സിഗ്മ ആർ ഈക്വൽ ടു 0 ടു n ആർ ഇൻറ്റു പി ഓഫ് ആറിന് പകരം ഞാൻ ആ ഫോർമുല ഇട്ട് കൊടുത്തു, എൻ സി ആർ പി റേസ് ടു ആർ ക്യൂ റേസ് ടു എൻ മൈനസ് ആർ. എന്നിട്ട് ഇവിടെ ഞാൻ ചെയ്യുന്നത് അത് എക്സ്പാൻഡ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. എന്താണ് എക്സ്പാൻഡ് ചെയ്യുന്നത്, ആറിന് 0 എന്നുള്ള വാല്യൂ കൊടുത്തു. ആറിന് 0 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോഴേ 0 ഇൻറ്റു എന്ന് വരുമ്പോഴേ 0 ആയിപ്പോയി. ഇനി അടുത്ത ആറിന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും, 1 ഇൻറ്റു എൻ സി 1 പി റേസ് ടു 1 ക്യൂ റേസ് ടു എൻ മൈനസ് 1. അടുത്ത ആറിന് 2 കൊടുത്തു, 2 ഇൻറ്റു എൻ സി 2 പി റേസ് ടു 2 ക്യൂ റേസ് ടു എൻ മൈനസ് 2. 3 ഇൻറ്റു എൻ സി 3 പി റേസ് ടു 3 ക്യൂ റേസ് ടു എൻ മൈനസ് 3 എക്സെട്ര എൻ ഇൻറ്റു എൻ സി എൻ പി റേസ് ടു എൻ ക്യൂ റേസ് ടു എൻ. ഓരോ വാല്യൂം ആറിന് ആ സമ്മിനകത്തെ ഓരോ വാല്യൂം ഇട്ട് കൊടുത്ത് ആ സമ്മേഷനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഇനി എൻ സി 1 എന്താണ്, എൻ സി 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n ആണ് അല്ലേ. എൻ സി 1 എന്ന് പറയുന്നത് n ആണ്. എൻ സി 1 n ആയത് കാരണം എൻ സി 1 പി ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് 1. ഞാൻ നേരത്തെ എൻ സി 1 1 ആണോ എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. എൻ സി 1 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, n ആണ്. അപ്പോൾ എൻ സി 1 n ഇൻറ്റു പി ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് 1 പ്ലസ് 2 ഇൻറ്റു എൻ സി 2 എന്ത് വരും, n ഇൻറ്റു എൻ മൈനസ് 1 ബൈ 1 ഇൻറ്റു 2. ഞാൻ പറഞ്ഞു n ഇൻറ്റു എൻ മൈനസ് 1 ബൈ 1 ഇൻറ്റു 2 ആണ് എൻ സി 2 പി സ്ക്വയർ ക്യൂ റേസ് ടു എൻ മൈനസ് 2. നിങ്ങൾ ലെബിനൈറ്റ്സ് തിയറം പഠിച്ചവരാണ്, അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതറിയാം. അടുത്ത 3 ഇൻറ്റു എൻ സി 3 എന്ന് പറഞ്ഞാൽ n ഇൻറ്റു എൻ മൈനസ് 1 എൻ മൈനസ് 2 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 എക്സെട്ര. ലാസ്റ്റ് എൻ സി എൻ എന്ന് പറയുന്നത് 1 ആണ്. സോ n ഇൻറ്റു പി റേസ് ടു n എന്ന് വരും. എൻ സി എൻ എന്ന് പറയുന്നത് 1 ആണ്. സോ n ഇൻറ്റു പി റേസ് ടു n. ഇത്രയാണ് ആദ്യം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം എക്സ്പാൻഡ് ചെയ്ത് എഴുതിയതിനകത്ത് എൻ സി 1 എൻ സി 2ൻ്റെ വാല്യൂസ് ഇട്ട് കൊടുത്തു. നമുക്കറിയാം ആദ്യത്തെ ടേമിലൊന്നും ക്യാൻസൽ ചെയ്യാനില്ലെങ്കിലും രണ്ടാമത്തെ ടേമിനകത്ത് 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. ഡിനോമിനേറ്ററിലെയും ന്യൂമറേറ്ററിലെയും 2 ക്യാൻസൽ ചെയ്യാം. അടുത്തടുത്ത് 3 ക്യാൻസൽ ചെയ്യാം. എല്ലാ ടേമിലും ആര് കോമൺ ഉണ്ട്, n കോമൺ ഉണ്ട്. അപ്പം ഞാൻ അവിടെ n എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എല്ലായിടത്തുനിന്നും ഔട്ട്സൈഡ് എടുത്തു. രണ്ടാമത് നമുക്ക് പി കോമൺ ആയിട്ട് എടുക്കാം, കാരണം എല്ലായിടത്തും പിയുടെ പവറുകളുണ്ട്. പക്ഷേ ക്യൂ എടുക്കാൻ പറ്റില്ല, കാരണം ക്യൂവിൻ്റെ പവർ ലാസ്റ്റ് ടേമിലില്ല. ലാസ്റ്റ് ടേമിൽ എന്തേ ഉള്ളൂ, n ഇൻറ്റു പി റേസ് ടു n എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്തൊക്കെ കോമൺ ആയിട്ട് എടുക്കാം, എന്നും ഒരു പിയും കോമൺ ആയിട്ട് നമ്മൾ എടുക്കുന്നു. എന്നും പിയും കോമൺ ആയിട്ട് എടുത്താൽ ബാക്കിയുള്ള ടേംസുകൾ എഴുതുമ്പോൾ എന്ത് വരും, ക്യൂ റേസ് ടു എൻ മൈനസ് 1 വരും. പ്ലസ് അടുത്തതിനകത്ത് നിന്ന് 2ഉം 2ഉം വെട്ടിപ്പോകുമ്പം n മൈനസ് 1 പി ക്യൂ റേസ് ടു എൻ മൈനസ് 2 പ്ലസ് n വരികയില്ല, n മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 പി സ്ക്വയർ ക്യൂ റേസ് ടു എൻ മൈനസ് 3 എക്സെട്ര പി റേസ് ടു എൻ മൈനസ് 1 അല്ലേ. ലാസ്റ്റ് ടൈം പി റേസ് ടു എൻ മൈനസ് 1, പി റേസ് ടു എന്നിൽ നിന്ന് ഒരു പി ഔട്ട്സൈഡ് എടുക്കാം, പി റേസ് ടു എൻ മൈനസ് 1.
അപ്പോൾ നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും? ക്യൂവിൻ്റെ പവർ ഹയസ്റ്റ് വന്നിരിക്കുന്ന ക്യൂ റേസ് ടു n-1, പിന്നെ വരുന്നത് n-1c1 അല്ലേ, അങ്ങനെയാണ് പോകുന്നത്. n-1c1 n-1c2 എങ്ങനെയാണ് പോകുന്നത്. സോ ഈ കിടക്കുന്ന സം എന്ന് പറയുന്നത് q+p⁻n-1 ആണ്. അതായത് q+p⁻n-1ൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷനാണ് ഈ കിടക്കുന്നത്, q+p⁻n-1. അപ്പോൾ q+p⁻n-1ൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ ആണെങ്കിൽ q+p എത്രയാണ്? പിയും ക്യൂവും കൂടെ ആഡ് ചെയ്താൽ 1 ആണ്. സോ 1n-1. ദറ്റ് ഈസ് ആൻസർ എന്ത് കിട്ടും? NP എന്ന് കിട്ടും. NP എന്നുള്ളതാണ് മീനായിട്ട് ആൻസർ കിട്ടുക. അപ്പോൾ ഈ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ കിട്ടുന്ന എന്താണ്? NP. അപ്പം മീൻ ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് നമ്പർ ഓഫ് ട്രയൽസ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സക്സസ് n/p. ദെൻ വേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? വേരിയൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ഫോർമുല എന്തായിരുന്നു? എക്സ്പെക്റ്റേഷൻ ഓഫ് x² മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x ദ ഹോൾ സ്ക്വയർ. നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് x² എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എക്സ്പെക്റ്റേഷൻ ഓഫ് x² കണ്ടുപിടിക്കാനുള്ള ഫോർമുല σx² ഇൻറ്റു f(x). അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് സിഗ്മ r=0 to n r² ഇൻറ്റു p(r) മൈനസ് μ². E(x) ഇവിടെ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് x എന്ന് പറയുന്നത് μ എന്നുള്ള സിമ്പിളാണ്. സോ μ². ദെൻ ഇവിടെ നമ്മൾ സിഗ്മ r² എന്ന് പറയുന്ന p(r)നെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണം. r+r ഇൻറ്റു r-1. നോക്കിക്കേ, എന്താണ് എഴുതിയേക്കുന്നത്? r+r ഇൻറ്റു r-1. r²ൻ്റെ കൂടെ r²ൻ്റെ ഫ്രണ്ടിൽ ഒരു r ആഡ് ചെയ്യുകയും അതിൻ്റെ തൊട്ട് പുറകെ ഒരു r സബ്ട്രാക്റ്റ് ചെയ്യുകയും ചെയ്തു. എങ്ങനെയാണ്? r²നെ എങ്ങനെ എഴുതി? r+r² - r എന്ന് എഴുതി. അപ്പോൾ r വെട്ടിപ്പൊക്കോളൂ അല്ലേ, r² തന്നെ കിട്ടും. അപ്പം r²നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. r+r² - r. എന്നിട്ട് ആദ്യത്തെ r+, രണ്ടാമത്തെ r² - r-ൽ നിന്ന് ഒരു r കോമൺ എടുത്ത് r ഇൻറ്റു r-1 എന്ന് എഴുതി. അങ്ങനെയാണ് r+r ഇൻറ്റു r-1 p(r) എന്ന് എഴുതിയേക്കുന്നത്. ഇനി r p(r) അത് എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. സിഗ്മ r=0 to n r p(r) പ്ലസ് സിഗ്മ r=0 to n r ഇൻറ്റു r-1 p(r) മൈനസ് μ². സിഗ്മ r p(r) എന്താണ്? മ്യൂ തന്നെയാണല്ലേ. അപ്പോൾ മ്യൂ പ്ലസ് സിഗ്മ r=0 to n r r-1 p(r) മൈനസ് μ² എന്ന് എഴുതി. പക്ഷേ നമുക്കറിയാം r-ന് 0 കൊടുത്താൽ 0 തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ 1 കൊടുത്താലും 0 വരുള്ളൂ. r-ന് 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു എന്ന് പറഞ്ഞ് വരുമ്പോൾ 0യും 1 കൊടുക്കുമ്പോൾ r-1 എന്തായി മാറും? 0 ആയി മാറും. അപ്പോൾ r-ൻ്റെ വാല്യൂ എവിടെ മുതൽ എടുത്താൽ മതി? 2 തൊട്ടുള്ളതേ ഉള്ളൂ. 0യും 1 കൊടുത്താൽ ആൻസർ 0 ആയി പോകും. അത് കാരണമാണ് സിഗ്മ r=2 to n എന്ന് പറഞ്ഞ് എടുത്തേക്കുന്നത്. ഇനി അത് ഓരോ വാല്യൂയും 2 തൊട്ട് n വരെയുള്ള വാല്യൂ കൊടുത്ത് ആ എക്സ്പാൻഷൻ അതൊന്ന് സമ്മേഷനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. അപ്പോൾ മ്യൂ പ്ലസ് r-ന് 2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു 2 - 1 1 ആണ്. nc2 q⁻n-2 p² പ്ലസ് r-ന് 3 കൊടുക്കുമ്പം 3 ഇൻറ്റു 2 nc3 q⁻n-3 p³ അങ്ങനെ ഓരോന്നും കൊടുത്ത് ലാസ്റ്റ് n വരെ കൊടുത്തു. ഇനി നമുക്ക് nc2ഉം nc3യും ഒക്കെ എക്സ്പാൻഡ് ചെയ്ത് nc2ഉം nc3യും എല്ലാം ഒന്നുകൂടെ ഒന്ന് എഴുതാം. nc2 എന്ന് പറയുമ്പോൾ n ഇൻറ്റു n-1 1 ഇൻറ്റു 2, nc3 എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n-1 n-2 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 എക്സെട്ര. അപ്പോൾ പ്ലസ് ആദ്യത്തെ മ്യൂവും ലാസ്റ്റ് കിടക്കുന്ന μ² അവിടെ തന്നെ കിടപ്പുണ്ട് കേട്ടോ. ഓരോ സ്റ്റെപ്പിലും അത് എഴുതിക്കൊണ്ടേ വരണം. ഇനി ഇവിടെ എന്തൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം? എല്ലാ ടേമിലും n ഉണ്ട്. ഓക്കെ, n എല്ലാ ടേമിലും ഉണ്ട്. എവിടെയാണ്? ആ സമ്മേഷനകത്തെ മാത്രമാണ് നോക്കുന്നത് കേട്ടോ. മ്യൂവും μ² അവിടെ കിടന്നോട്ടെ. എല്ലാ ടേമിലും n ഉണ്ട്. പിന്നെ എല്ലാ ടേമിലും n-1 ഉണ്ട്. അപ്പോൾ n ഇൻറ്റു n-1 നമുക്ക് കോമൺ എടുക്കാം. ഇനി p² എടുക്കാം. p അല്ല p² നമുക്കവിടെ കോമൺ ആയിട്ട് എടുക്കാം. കാരണം p² തൊട്ടാണ് തുടങ്ങുന്നത്. p² p³ p⁴ എക്സെട്ര അപ് ടു p⁻n വരെയാണ്. അപ്പം p² കോമൺ ആയിട്ട് എടുത്തു. പോയിട്ട് എന്ത് വരും? q⁻n-2 n-2 q⁻n-3 എക്സെട്ര ലാസ്റ്റ് p⁻n-2. ഇത് ഏതിൻ്റെ എക്സ്പാൻഷൻ ആയിരിക്കും വരുന്നത്? q+p⁻n-2ൻ്റെ എക്സ്പാൻഷനാണ്. q+p⁻n-2ൻ്റെ എക്സ്പാൻഷനാണ്. ബൈനോമിയൽ എക്സ്പാൻഷനാണ് കിടക്കുന്നത്. പക്ഷേ ഇവിടെയും p+q എന്താണ്? 1 ആണ്. സോ ഇവിടെ വരുന്നത് മ്യൂ പ്ലസ് n ഇൻറ്റു n-1 p² മൈനസ് μ² എന്ന് വരും. അപ്പോൾ ഇനി നമുക്ക് മ്യൂവിന് പകരം നമ്മൾ കണ്ടുപിടിച്ച NP യും
എന്നുള്ള വാല്യൂ കൊടുത്തു. എൻ പി എന്നുള്ള വാല്യൂ n ഇൻറ്റു n മൈനസ് 1 പി സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യുവാണ്. അപ്പോൾ n സ്ക്വയർ പി സ്ക്വയർ മൈനസ് n പി സ്ക്വയർ മൈനസ് n സ്ക്വയർ പി സ്ക്വയർ. നമുക്കറിയാം n സ്ക്വയർ പി സ്ക്വയർ ക്യാൻസലായി പോകും. പോയിട്ട് എൻ പി മൈനസ് n സ്ക്വയർ പി സ്ക്വയർ. അതിൽ എൻ പി ഞാൻ കോമൺ എടുത്തു. 1 മൈനസ് പി വരും. എൻ പി ഇൻറ്റു 1 മൈനസ് പി. 1 മൈനസ് പി എന്താണ്? ക്യൂ ആണ്. സോ എൻ പി ക്യൂ. അപ്പം വേരിയൻസിൻ്റെ ഫോർമുല എന്താണ്? ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വേരിയൻസ് ഈക്വൽ ടു എൻ പി ക്യൂ. Hence the variance of a binomial distribution is NPQ. So the standard deviation is root of NPQ. അപ്പോൾ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനകത്ത് പ്രത്യേകം പഠിക്കേണ്ട ഒന്ന് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഓർ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു ആറിൻ്റെ ഫോർമുല. അതായത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്തായിരിക്കും? എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. എക്സ് ഈക്വൽ ടു ആർ ആണെങ്കിൽ എൻ സി ആർ പി റേസ് ടു ആർ ക്യൂ റേസ് ടു എൻ മൈനസ് ആർ. ദെൻ അതിൻ്റെ മീൻ കണ്ടുപിടിക്കുന്ന ഡെറിവേഷൻ പഠിച്ചിരിക്കണം. ഡെറിവേഷൻ കൂടാതെ ഫോർമുലയും പഠിക്കണം. എൻ ഇൻറ്റു പി ആണ് മീൻ ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. വേരിയൻസിൻ്റെ ഡെറിവേഷൻ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഫോർമുല എൻ പി ക്യു ആണെന്ന് കാണാതെ പഠിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് എൻ പി ക്യു ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഡെറിവേഷനാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ വേരിയൻസ് കണ്ടുപിടിച്ചിട്ട് ആ വേരിയൻസിനകത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എഴുതിയെടുക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് സിമ്പിൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ്, അറ്റ്മോസ്റ്റ്, എക്സാക്ട്ലി. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സിമ്പിളാണ്. അതുപോലെ തന്നെ അറ്റ്മോസ്റ്റിന് നമ്മൾ ഉപയോഗിക്കുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, എക്സാക്ട്ലിക്ക് ഉപയോഗിക്കുന്നത് ഈക്വൽ ടു എന്ന് പറയുന്ന സിമ്പിളാണ്. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ഇത് ആവശ്യമുണ്ടായിട്ട് വരും.